നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ അങ്ങനെ ഒരു വാശി പറഞ്ഞു വെച്ച് ലോകത്ത് എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യമാണോ ഇത്? ദത്തേന്ന് അറിയുമ്പോൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അതല്ല, അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ അവസരം മുതലാക്കി നമ്മുടെ ജീവിതത്തിൽ നീ കുഞ്ഞിനെ ഒഴിവാക്കാനാണ് തന്റെ ബുദ്ധിയെങ്കിൽ താൻ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. പൂജ, താൻ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്തു പറയണം? എന്റെ കുഞ്ഞാണ് അതെന്ന് തനിക്കും എനിക്കും അറിയാം. തന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കുറച്ചു ദിവസത്തേക്ക് താൻ അതിനെ എന്റെ കയ്യിൽ നിന്ന് വായ്പ എടുത്തു. പ്രസവിച്ച് ചൂട് മാറും മുമ്പ് ഞാൻ അതിന് കൂട്ടുന്നത് ആമിച്ചിച്ച എന്റെ ആരും ആയതുകൊണ്ടല്ല, തന്റെ പെങ്ങളാണെന്ന ഒറ്റ കൺസിഡറേഷൻ കൊണ്ടാ. അല്ലാതെ സ്വന്തം കുഞ്ഞിനെ മറ്റൊരാളുടെ ഭ്രാന്ത് മാറ്റാൻ ദാനം കൊടുക്കാൻ പുരാണത്തിൽ കാണുന്ന വിശാല ഹൃദയായ പെണ്ണൊന്നും അല്ല ഞാൻ. അത്യാവശ്യം സെൽഫിഷ്നെസ്സും കോമൺ സെൻസും ഒക്കെയുള്ള സാധാരണ പെണ്ണ. എന്നിട്ടും ഞാൻ തന്നെ വിശ്വസിച്ചതും അനുസരിച്ചതും താൻ എന്നെ അതുപോലെ സ്നേഹിക്കുന്നത് തെറ്റിദ്ധരിച്ചിട്ടാ. തനിക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, പക്ഷെ എന്റെ വിശ്വാസത്തെ നശിപ്പിക്കരുത്. പൂജ, താൻ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നേ? അറിഞ്ഞെടുത്തോളം ഒക്കെ തന്നെ ധാരാളം. ഇനി എനിക്ക് മേലും കീഴും നോക്കാനില്ല. സമ്മതിച്ചു. തന്റെ കുഞ്ഞിനെ തനിക്ക് തിരിച്ചു കിട്ടണമെന്നുള്ളത് ന്യായമായ ആവശ്യം തന്നെയാ. ആണല്ലോ, പിന്നെന്താ പ്രശ്നം? പക്ഷേ ഈ ദത്തെന്നൊക്കെ പറഞ്ഞ ദത്തിന് എന്താ കുഴപ്പം? നിയമപരമായി അതിന് തടസ്സമൊന്നും ഇല്ലാത്തോണ്ടല്ലേ എന്റെ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്? തടസ്സമുണ്ടെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. പക്ഷെ നിയമപരമായ തടസ്സമല്ലല്ലോ ഇവിടെ ഉള്ളത്. പിന്നെന്താ? ഒന്നും അറിയാത്ത പോലെ താൻ സംസാരിക്കില്ലേ പൂജ? സ്നേഹബന്ധങ്ങളെക്കാൾ വിലയുണ്ടോ നിയമത്തിന്? ആമി ചേച്ചി മനസ്സോടെ പറഞ്ഞല്ലേ കുഞ്ഞിനെ നമുക്ക് തരാമെന്ന്. ആ മനസ്സ് മാറിയാലും കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അത് തനിക്കും എനിക്കും വേണ്ടി. പക്ഷെ പൂജ, താൻ ഒന്ന് ആലോചിക്കണം. ഇവിടെ അത് കേട്ടോണ്ടെന്ന് ആരും എതിരൊന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സ് എന്തുമാത്രം നൊന്നിട്ടുണ്ടാവുമെന്ന്. ജീവനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന മുത്തശ്ശി ഉൾപ്പെടെ നമ്മുടെ വീട്ടിലെ മുഴുവൻ ആളുകളുടെയും മനസ്സ് കീറി മുറിച്ചുകൊണ്ട് ഇങ്ങനൊരു ദത്ത് നമുക്ക് വേണോ?